അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ച കള്ളന്മാരെ സംരക്ഷിക്കാൻ നട്ടലില്ലാത്ത മുഖ്യമന്ത്രി കവചം തീർക്കുന്നു. രമേശ് ചെന്നിത്തലയുടെ ഈ തീപ്പൊരി പ്രതികരണം ഇപ്പോൾ കേരളം മുഴുവൻ പ്രതിധ്വനിക്കുകയാണ്. പ്രതികൾക്ക് ജാമ്യം കിട്ടാൻ പഴുതുകൾ ഒരുക്കുന്നതും CPM നേതാക്കളെ ജയിലിൽ നിന്ന് രക്ഷിക്കാൻ സർക്കാർ കളിക്കുന്ന ഈ ഗൂഢാലോചനയും ചെന്നിത്തല ഓരോന്നായി പൊളിച്ചെടുക്കുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ 4 CPM നേതാക്കൾ ജയിലിലായിട്ടും അവരുടെ പേരിൽ ഒരു നടപടിയും എടുക്കാൻ മുഖ്യമന്ത്രിക്ക് ധൈര്യമില്ല എന്ന് ചെന്നിത്തല വീണ്ടും ആഞ്ഞടിക്കുകയാണ്. തന്ത്രി അകത്തും സ്വർണം മോഷ്ടിച്ച മുൻ മന്ത്രിമാരും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും പുറത്തും സുഖമായി നടക്കുന്ന ഈ അവസ്ഥ കേരളത്തിന് നാണക്കേടാണ്. KC വേണുഗോപാലിന്റെ പേരിൽ ഇല്ലാത്ത ആരോപണങ്ങൾ കെട്ടിവെച്ച് വിഷയം മാറ്റാൻ നോക്കുന്ന മുഖ്യമന്ത്രിയെ ചെന്നിത്തല ഇവിടെ നന്നായി പെരുക്കുന്നുണ്ട്. VN വാസവനെ പോലുള്ള മന്ത്രിമാർക്ക് അധികാരത്തിൽ തുടരാൻ അർഹതയില്ലെന്നും കേരളത്തിലെ കോടിക്കണക്കിന് ഭക്തർക്ക് വേണ്ടി ഈ പോരാട്ടം തുടരുമെന്നും ചെന്നിത്തല തുറന്നടിക്കുന്നുണ്ട്. പിണറായി സർക്കാരിന്റെ ഈ ഗൂഢാലോചന പൊളിച്ചെടുക്കുന്ന ചെന്നിത്തലയുടെ തീപ്പൊരി പ്രതികരണം നമുക്ക് മുഴുവനായി കാണാം വീഡിയോയിലേക്ക്. കോൺഗ്രസ് ഭരണകാലത്ത് അദ്ദേഹത്തിന് വല്ല നിയമനം കൊടുത്തു? അവിടെ മുഖ്യമന്ത്രി എന്ത് അടിസ്ഥാനരഹിതമായ കാര്യമാണ് പറയുന്നത്? KC വേണുഗോപാൽ ദേവസ്വം മന്ത്രിയായിരുന്ന കാലത്ത് ഇദ്ദേഹത്തിന് വല്ല അവിടെ നിയമനം കൊടുത്തു? അവിടെ അനാവശ്യമായ അടിസ്ഥാനരഹിതമായ കാര്യമാണ് മുഖ്യമന്ത്രി സംസാരിക്കുന്നത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇത്തരം ആളുകളെ കബളിപ്പിക്കാൻ 4 CPM നേതാക്കന്മാർ ജയിലിൽ കിടന്നിട്ട് അവരുടെ പേരിൽ ഒരു നടപടിയെടുക്കാനുള്ള ധൈര്യം കാണിക്കാത്ത നട്ടല് ഇല്ലാത്ത മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ ഞങ്ങൾക്കെതിരെ പറയിപ്പിക്കാതിരുന്നത്. അതുപോലെ തന്നെ പ്രോസിക്യൂഷൻ സാങ്ഷൻ കൊടുക്കാതിരുന്നത് ആഭ്യന്തര വകുപ്പാണ്. അതോടൊപ്പം തന്നെ സ്വർണത്തിനെ സംബന്ധിച്ചുള്ള കെമിക്കൽ അനാലിസിസ് റിപ്പോർട്ട് കിട്ടാത്തതും പിന്നിൽ ഗവൺമെന്റാണ്. അപ്പൊ ഗവൺമെന്റ് മനഃപൂർവ്വമായി മുൻ മന്ത്രിമാരെയും മറ്റ് ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റുമാരെയും ഒക്കെ ഇപ്പോൾ സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. ഇതിലും കൂടുതൽ പ്രതികൾ അറസ്റ്റിലാകും. ഇനിയും CPMന്റെ പല നേതാക്കന്മാരും ജയിലിൽ പോകേണ്ട ക്യൂ നിൽക്കുകയാണ്. അവർ ജയിലിൽ പോകുമെന്നുള്ള പേടി കൊണ്ടാണ് മുഖ്യമന്ത്രി ഈ കേസ് അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഇന്നലത്തെ പ്രസംഗം, പത്തനംതിട്ടയിലെ പ്രസംഗം കേട്ടാൽ നമുക്കറിയാം യഥാർത്ഥ കള്ളന്മാരെ രക്ഷിക്കാൻ ആരാണ് ശ്രമിക്കുന്നതെന്ന്. ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വന്നേ മതിയാകൂ. കൂടുതൽ പ്രതികൾ അറസ്റ്റ് ചെയ്യപ്പെട്ടേ മതിയാകൂ. ദേവസ്വം വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മന്ത്രി വാസവന് ഒരു നിമിഷം പോലും അധികാരത്തിൽ തുടരാനുള്ള അവകാശമില്ല. ഇത് വളരെ ബോധപൂർവമായി കോടതിയുടെ നിയന്ത്രണത്തിലുള്ള SITയുടെ അന്വേഷണത്തെ മരവിപ്പിക്കാനും ആ കേസ് ദയിച്ചു മായ്ച്ചു കളയാനും ഉന്നതങ്ങളിൽ ഗൂഢാലോചന നടക്കുകയാണ്. മുഖ്യമന്ത്രി അതിനെല്ലാം പച്ചക്കൊടി കാണിക്കുകയാണ്. അതാണ് ഇന്നലെ മുഖ്യമന്ത്രി ഇതേ പ്രതികളെ സംരക്ഷിക്കുന്ന നിലയിൽ സംസാരിച്ചത്. ഞങ്ങൾക്കൊരു കാര്യം വ്യക്തമാക്കാനുണ്ട്. ഈ UDF ഇതിനെതിരെയുള്ള പോരാട്ടം ശക്തിപ്പെടുത്തും. കോടാനുകോടി വരുന്ന അയ്യപ്പ ഭക്തന്മാരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തിയ ഈ സംഭവത്തിൽ യഥാർത്ഥ പ്രതികൾ മുഴുവൻ അറസ്റ്റ് ചെയ്യുന്നതുവരെ UDF പ്രക്ഷോഭവുമായി മുന്നോട്ടു പോകും. ശക്തമായി തന്നെ ഞങ്ങൾ ഈ വിഷയം ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതാണ് കാരണം. അഡ്മിനിസ്ട്രേറ്റീവ് പവറില്ലാത്ത തന്ത്രി അകത്ത്, അഡ്മിനിസ്ട്രേറ്റീവ് പവറുള്ള മുൻ മന്ത്രിയും ഒക്കെ ഇന്ന് വളരെ സുഖമായി നാട്ടിലൂടെ നടക്കുകയാണ്. യഥാർത്ഥ കള്ളന്മാരൊക്കെ സുഖമായിട്ട് നടക്കുന്നു. കുറെ കള്ളന്മാർ ജയിലിലുണ്ട്. അപ്പൊ ഇനി യഥാർത്ഥത്തിലുള്ള അമ്പലക്കള്ളന്മാര് അറസ്റ്റ് ചെയ്യാതിരിക്കാനാണ് മുഖ്യമന്ത്രി ഇതിനു വേണ്ടി കവചം തീർക്കുന്നത്. അതൊന്നും കേരളത്തിൽ നടക്കാൻ പോകുന്ന കാര്യമല്ല. മുഴുവൻ അമ്പലക്കള്ളന്മാര്, അയ്യപ്പന്റെ സ്വർണം മോട്ടിച്ച മുഴുവൻ ആളുകളെയും നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുന്നതാണ്. അത് കൊണ്ടുവരാതിരിക്കാൻ വേണ്ടിയാണ് മുഖ്യമന്ത്രി അവർക്ക് കവചം തീർത്തുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് ഭരണകാലത്ത് അദ്ദേഹത്തിന് വല്ല നിയമനം കൊടുത്തു? അവിടെ മുഖ്യമന്ത്രി എന്ത് അടിസ്ഥാനരഹിതമായ കാര്യമാണ് പറയുന്നത്? KC വേണുഗോപാൽ ദേവസ്വം മന്ത്രിയായിരുന്ന കാലത്ത് ഇദ്ദേഹത്തിന് വല്ല അവിടെ നിയമനം കൊടുത്തു? അവിടെ അനാവശ്യമായ അടിസ്ഥാനരഹിതമായ കാര്യമാണ് മുഖ്യമന്ത്രി സംസാരിക്കുന്നത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇത്തരം ആളുകളെ കബളിപ്പിക്കാൻ 4 CPM നേതാക്കന്മാർ ജയിലിൽ കിടന്നിട്ട് അവരുടെ പേരിൽ ഒരു നടപടിയെടുക്കാനുള്ള ധൈര്യം കാണിക്കാത്ത നട്ടല് ഇല്ലാത്ത മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ ഞങ്ങൾക്കെതിരെ പറയുന്നത്. എന്താണ് ഇവരുടെ പേരിൽ നടപടിയെടുക്കാത്തത്? നടപടിയെടുത്താൽ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരും.
കൂടുതൽ വെട്ടിപ്പിന്റെ കഥകൾ പുറത്തു വരും, കൂടുതൽ കാര്യങ്ങൾ അവർ വിളിച്ചു പറയും എന്നുള്ള ഭയമല്ലേ മുഖ്യമന്ത്രിക്ക് നടപടിയെടുക്കാൻ അദ്ദേഹം മടിക്കുന്നത്? പാർട്ടി സെക്രട്ടറി എന്തുകൊണ്ട് നടപടി സ്വീകരിക്കുന്നില്ല? അപ്പൊ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഈ കാട്ടുകള്ളന്മാരെ, ഈ അമ്പലക്കള്ളന്മാരെ സംരക്ഷിക്കാൻ പാർട്ടിക്കും മുഖ്യമന്ത്രിക്കുമുള്ള വ്യഗ്രതയാണ്.